ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഗ്ലോണിമ ചെടിയുടെ കുറച്ച് കെയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പം മഴക്കാലമൊക്കെയാണ്. അഗ്ലോണിമ ചെടി നല്ല ഭംഗിയിൽ ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും. അഗ്ലോണിമ ചെടികൾക്ക് നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. അതുകൂടാതെ അഗ്ലോണിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മഴക്കാലത്തൊക്കെ സമയത്ത് നല്ല പൂക്കളൊക്കെ ഈ ചെടികളുണ്ടാവും. നിറയെ പൂക്കളൊക്കെ വന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെടി. പക്ഷേ ഈ പൂക്കൾ നമ്മൾ ഈ ചെടികളിൽ ഉണ്ടാകാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ മുരടിച്ച് പോകാനാണ് സാധ്യത. അപ്പം അഗ്ലോണിമ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ പൂക്കൾ നുള്ളിക്കളയാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അഗ്ലോണിമ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പൂക്കൾ കളക്ട് ചെയ്ത് ഒഴിവാക്കുക. അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റിയിലും നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ വെറൈറ്റിയിലും ഇതേപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് ഈ ചെടികളിൽ പൂക്കളുണ്ടാവും. ആ പൂക്കൾ നമ്മൾ ഇതേപോലെ തണ്ട് ഇവിടുന്ന് മുറിച്ച് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പുതിയ തളിരുകളൊക്കെ വന്ന് വീണ്ടും ഈ അഗ്ലോണിമ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഇല്ല, നമ്മൾ പൂക്കളൊന്നും നമ്മൾ റിമൂവ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്ലോണിമ ചെറുതായിട്ടൊന്ന് മുരടിച്ച് പുതിയ തൈകളില്ലാത്തൊരവസ്ഥയായിട്ട് മാറും. അപ്പോൾ അഗ്ലോണിമ കാണാനൊരു ഭംഗിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാ ചെടികളിലും ഇത്തരത്തിലുള്ള പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അഗ്ലോണിമയിൽ തന്നെ നല്ല വിലപിടിപ്പുള്ള ചെടികളൊക്കെ ഉണ്ടാവും. നമ്മൾ വാങ്ങി ഒന്നോ രണ്ടോ ചെടികളായിരിക്കും നമ്മൾ ചട്ടികളിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൂക്കൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അത് നമ്മൾ ഇതേപോലെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആ ചെടി മുരടിച്ച് പോവുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിന് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പൂക്കളുണ്ടായിട്ടുള്ള ഭാഗം തണ്ട് മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ പുതിയ പോട്ടിലേക്ക് നട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പം അത് പൂക്കളും റിമൂവ് ചെയ്ത് നമ്മൾ നട്ട തണ്ടുകളിൽ നിന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടായി കിട്ടും. അങ്ങനെ നമുക്ക് പുതിയ തൈകളൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് എന്നുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ പൂക്കൾ ഉണ്ടായതായി കണ്ടിട്ടില്ല. ബാക്കിയുള്ള വെറൈറ്റികളിലൊക്കെ നമുക്ക് പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാകാറുണ്ട്. നമ്മളത് റിമൂവ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.